ഹലോ അസ്സലാമു അലൈക്കും. മോളെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം ബോഡി പാർട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അതിന് ഞാൻ 2 തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചും വെഡ്ത്ത് 14 ഇഞ്ചുമാണ്. അങ്ങനെയുള്ള 2 തുണി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നടുവൊന്ന് മടക്കിയിട്ടതിന് ശേഷം അപ്പോൾ നമുക്ക് 4 പീസ് ഉണ്ടാവുമല്ലോ. നടു മടക്കിയിട്ടതിന് ശേഷം നമുക്ക് 1 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മെഷർമെൻറ്റ് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണ്ടാവില്ലേ. 4.5 പിന്നെ 7 ഇഞ്ച് 6 ഇഞ്ച് അങ്ങനെ എല്ലാവർക്കും അറിയണ്ടാവും. അതേപോലെ തന്നെ ഞാൻ ഷോൾഡറും ആം ഹോളും 4.5 ഇഞ്ച് കൊടുത്തു. പിന്നെ ചെസ്റ്റ് 7 ഇഞ്ചും വേസ്റ്റ് 6 ഇഞ്ചും എടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് 2 ഇഞ്ച് ലെങ്ത്ത്, ബാക്ക് നെക്ക് 2ഉം ഫ്രണ്ട് നെക്ക് 3 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ ഈ ഒരു അളവ് ഇങ്ങനെ കാണാതെ അറിയണ്ടാവുമല്ലോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പ്രത്യേകിച്ച് പറയണമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എല്ലാതും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അല്ലേ. ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യുക, പിന്നെ 2 പീസും മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൽ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലാതെ നമ്മൾ ഓർമ്മയില്ലാതെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്കിലെ നെക്കും ഇറങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് തന്നെ നെക്ക് കട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ട് നോക്കാം. അപ്പോൾ അതിന് ഞാൻ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. വെടുത്ത് മടക്കി ഇട്ടതിന് ശേഷം 16 ഇഞ്ച്. നമുക്ക് എത്ര ഉണ്ട് ഇങ്ങനെ ഫ്രില്ലിട്ട് നിൽക്കാൻ പറ്റുമോ നമുക്ക് എത്ര എടുക്കാം. അതിൻ്റെ അത്രേ തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തത്. പിന്നെ ഞാനിതിന് ലെങ്ത്ത് 10 ഇഞ്ച് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ താഴേക്ക് ഞാൻ ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇറക്കം കൂടി അതിൽ വരും. അപ്പോൾ അതാണ് തുണിയിൽ ഞാൻ ലേസം ഇറക്കം കുറച്ചത്, 10 ഇഞ്ചാക്കിയത്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇറക്കം ആ ലേസിൽ കിട്ടുമല്ലോ, അതാണ് ഞാൻ ചെയ്തത്. ഇനി ഞാൻ നെക്കിലൊരു കോളർ പോലെ വെച്ച് കൊടുക്കുകയാണ്. കോളർ പറഞ്ഞാൽ ബാക്കിലേക്കല്ല, മുന്നിലേക്ക് ഇങ്ങനെ വരുന്നതാണ്. അതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഞാനത് ചെയ്യാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനെന്താ പറയുകയെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് കിട്ടാൻ വേണ്ടി 2 തുണി മടക്കിയിട്ടതിന് ശേഷം നമ്മളെ ഫ്രണ്ട് പാർട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് നെക്കിൻ്റെ അളവിൽ കട്ട് ചെയ്യുകയാണ്. അതിന് ശേഷമാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യണത്. ഞാൻ 2 ഇഞ്ചാണ് ഞാൻ അത് അടയാളപ്പെടുത്തുന്നത്. 2 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നെക്കിൻ്റെ ചുറ്റുവട്ടം അതേപോലെ തന്നെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് കട്ട് ചെയ്യണത്. ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക എന്താണെന്ന്. എന്താണ് ഇതിന് പറയുകയെന്ന് എനിക്കറിയില്ല. ഫ്രോക്കിൽ അതിങ്ങനെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം അതൊന്ന് ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കണത്. അപ്പോൾ ഞാൻ 2 പീസാക്കിയിട്ടില്ല. ചില ഫ്രോക്കിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് 2 പീസാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ 2 പീസാക്കാതെ ഒരുമിച്ച് തന്നെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നമ്മളെ ആം ഹോളും പിന്നെ നെക്കൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞതില്ലേ, അതാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാദ്യം അവിടെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനാദ്യം അതൊന്ന് വെച്ചിട്ട് രണ്ടും നല്ല ഭാഗം വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മറിച്ചെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലേസ് ഒന്ന് മറിച്ച് ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്കത് പറ്റണില്ല. ഈ ലേസും കൂടി വന്നപ്പോൾ എനിക്ക് പറ്റണില്ല. അപ്പം ഞാനത് 2 പീസാക്കിയിട്ടുണ്ട്. 2 പീസാക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അതല്ലെങ്കിൽ നടക്കണില്ലായിരുന്നു. ലേസ് വരെ കാരണം സ്റ്റിച്ച് ചെയ്യണത് ശരിയാണില്ല. അപ്പം ഞാൻ 2 പീസാക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ചെറിയൊരു കട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് മറിച്ചെടുക്കാം. ആ ലേസ് ഉള്ളിലേക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ പിന്നെ അത് മറിച്ചെടുക്കുമ്പോൾ ആ ലേസ് നമുക്ക് പുറത്തേക്കാണ് വരിക. അപ്പോൾ അത് കണ്ടില്ലേ, അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ലേസ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. അപ്പോൾ അതൊരു ഭംഗിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലേസ് വെച്ച് കൊടുത്തത്. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പതിച്ച് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം. വേണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട. അതിന് ശേഷം അത് നമ്മളെ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം 2 ഷോൾഡറും പാടെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡർ ഒരുമിച്ച് വെച്ചിട്ട് നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ ബാക്കിൽ ഓപ്പൺ കൊടുക്കാനുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ അവിടെ 2 ഇഞ്ച് അളന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ശേഷം എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഓപ്പൺ ചെയ്ത ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യണമല്ലോ അല്ലേ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ക്രോസ് പീസ് നെക്കിലും ആമോളിലും ഒരു നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം എല്ലായിടത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നെക്കിലും ആം ഹോളിലും ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു ഫിനിഷിങ് കിട്ടുക അല്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലായിടത്തും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എല്ലാം ഒന്ന് നേരം പോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. അത് പതിവ് പോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രില്ലിട്ട് കൊടുക്കുക, അതിനുശേഷം ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഭാഗമൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇതിനും ചെയ്തിട്ടുണ്ട്. ഞാനിതും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അതാണ് കേട്ടോ എളുപ്പം. ഇങ്ങനെ മടക്കി ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കണേക്കാട്ടിലും എനിക്ക് എളുപ്പം തോന്നുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് വശത്തും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഫ്രണ്ടിൽ ഞാനൊരു നെക്കിൻ്റെ അതിന് കൊടുത്ത ആ ലേസ് തന്നെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബോഡി പാർട്ടിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെയും ജോയിൻ ചെയ്ത ആ ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോ എടുത്തതിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ വള്ളിയും കൂടിയും വെച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ രണ്ട് സൈഡും വള്ളി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഫ്രോക്ക് ലേസം വലിപ്പമില്ലാത്ത ഇറക്കമില്ലാത്ത പോലെ തോന്നണുണ്ടാവും. അതായത് നമ്മുടെ ലേസും കൂടി വരുമ്പോൾ നമുക്കത് അവിടെ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇത് ഉള്ളിലേക്ക് മടക്കി നമ്മൾ സാധാ ഫ്രോക്ക് മടക്കൂലേ അതേപോലെ ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ആ ലേസും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എൻ്റെ ഫോണിൽ എന്തോ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോൾ ഇട്ടിട്ടുള്ളതാണിത്. അപ്പോൾ ഞാൻ ആ പിക്ക് അതിൽ കൊടുക്കുകയാണ് ശേഷം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം.